ഹായ് ഹലോ ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണിക്കുട്ടി അകത്തേക്ക് കയറുന്ന സമയത്ത് മുത്ത് തടഞ്ഞു നിർത്താട്ടോ ചെയ്യുന്നത്. നീ അകത്തേക്ക് കയറി പോകരുത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. കാവ്യാണെങ്കിലോ അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ വിട്, നീയും നിൻ്റെ ഭരത് മാമനൊക്കെ ചേർന്നിട്ട് എൻ്റെ അച്ഛനെ ഇപ്പോൾ എല്ലാ അവസ്ഥയിലും തകർത്ത് കളഞ്ഞിരിക്കുകയല്ലേ മുത്തേ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് രണ്ടുപേരും കൂടി കയ്യാങ്കളി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേനും മണിക്കുട്ടി പറയുന്നുണ്ട്, കണ്ണ് കാണാത്ത എൻ്റെ അച്ഛനെ ഭരത് മാമൻ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. കണ്ണ് കാണൂ ഇല്ലേ എന്നുള്ളത് ആർക്കറിയാം എന്ന രീതിയിലും മുത്ത് അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രഞ്ജിത വന്നിട്ട് ഭരത്തിനോട് കാര്യങ്ങളൊക്കെ തിരക്കണ സമയത്ത് തന്നെ ഭരത്ത് അവളോട് പറയുന്നുണ്ട്, അളിയൻ എവിടെയുള്ളത് എനിക്കറിയാം, അളിയൻ എൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ മുത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും മണിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമനാണ് അച്ഛനെ കെട്ടിയിട്ടുള്ളത് എന്നുള്ളത് സത്യാവസ്ഥ വായിൽ നിന്ന് തന്നെ മുത്ത് കേൾക്കാനിടവരിക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൃഷ്ണയെയാണ് കാണിക്കുന്നത്. കൃഷ്ണ ഗുണ്ടകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഭരതും ഗുണ്ടകളും ചേർന്നിട്ട് കൃഷ്ണയെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. കെട്ടിയിട്ടത് കാരണം കൃഷ്ണയ്ക്ക് ഒന്നും പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ജയമോഹിനിയും അതുപോലെ തന്നെ ഭരത്തും മുത്തും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഭരത്തിനോട് ജയമോഹിനി ചോദിക്കുന്നുണ്ട്, കൃഷ്ണയെ നീയാണോ കെട്ടിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തടവിലാക്കിയിരിക്കുന്നത് എന്ന രീതിയിൽ ചോദിക്കുമ്പോഴത്തേനും മുത്ത് അവിടെ ഉണ്ടെന്നുള്ളത് ആങ്ങി കാണിച്ചു കൊടുക്കാട്ടോ ഭരത് ജയമോഹിനിക്ക്. അതുകൊണ്ട് തന്നെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ മുത്തിനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തൻ്റെ അച്ഛൻ എന്തായാലും ഭരത് മാമനാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാവ്യയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമമാവുന്നുണ്ട്. കാരണം കൃഷ്ണയെ കാണാത്തതിനാൽ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷങ്ങൾ കഴിയുന്നത്.